മറ്റു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധം നടക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. എൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ പ്രതിഷേധമാണ്. ഒന്ന് BJP സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത്? സജിത്ത്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ആദ്യം ബാരിക്കേഡുകൾ ഭേദിച്ച് അകത്തേക്ക് കിടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മാർച്ച് പ്രകോപനത്തിലേക്ക് നീങ്ങുന്നത്. കളക്ടറേറ്റിന് സമീപം തന്നെ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡ്, കൂറ്റൻ ഫ്ലക്സ് ബോർഡ് ആദ്യം പ്രവർത്തകർ തകർത്തു. ഇതിന് പിന്നാലെ വീണ്ടും ബാരിക്കേഡുകൾ ഭേദിച്ച് അകത്തേക്ക് കയറാൻ ശ്രമം നടത്തി. ഇതോടെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ ഇന്ന് മുദ്രാവാക്യം വിളിക്കുകയും വീണ്ടും മറുവശത്തൂടെയൊക്കെ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിന് സമീപം ഇരുമ്പുന്നത്. പോലീസിന്റെ ജലപീരങ്കിയെ അവഗണിച്ചും പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ മുനമ്പിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറുവശത്തൂടെയും മറ്റുമൊക്കെ കളക്ടറേറ്റിനുള്ളിലേക്ക് എടുക്കാനുള്ള ചില ശ്രമങ്ങളും പ്രവർത്തകർ നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ പോലീസ് തടസ്സപ്പെടുത്തി. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. സജീഷൻ, ശക്തമായ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ്. അതേസമയം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ മഹിളാ കോൺഗ്രസ് ആണ് തിരുവനന്തപുരത്ത് പ്രതിഷേധം ഉയർത്തുന്നത്. കോട്ടയത്തും BJPയുടെ അതിശക്തമായ പ്രതിഷേധം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം കോട്ടയത്തെ പ്രതിഷേധ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. ജലപീരങ്കി പ്രയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനടക്കം പരിക്കുപറ്റിയെന്ന വാർത്തകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം. വീണ ജോർജ് ആരോഗ്യമന്ത്രി രാജിവെക്കുക, ഇതാണ് പ്രതിപക്ഷ സംഘടനകൾ BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചിന്റെ മാർച്ച് ദൃശ്യങ്ങൾ. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത്? മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെ? മഹിളാ കോൺഗ്രസ് സംസ്ഥാന സമിതിയുടെ പ്രതിഷേധ പരിപാടിയാണ്, പ്രതിഷേധ മാർച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ഇപ്പോൾ മാർച്ചിന്റെ ഉദ്ഘാടനം K മുരളീധരൻ നിർവഹിക്കുകയാണ്. വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ സംഘടനകളുടെ സമരത്തിൽ ശക്തമായ പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ തുടക്കത്തിൽ പ്രവർത്തകർ ശാന്തരാണ്. ഒരുപക്ഷെ ഉദ്ഘാടനത്തിന് ശേഷമാകാം ഒരു സംഘർഷാത്മക സാഹചര്യത്തിലേക്ക് സമരം പോകാനുള്ള സാധ്യത. ഇപ്പോൾ വളരെ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയാണ്. വളരെ സംയമനത്തോടുകൂടി പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്, വനിതാ പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരങ്ങൾ അക്രമാസക്തമായ സാഹചര്യത്തിൽ മഹിളാ കോൺഗ്രസ് സമരവും
ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തിൽ അതും ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കഴിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട്. എന്റെ അത്ഭുതം, നമ്മുടെ വാസവൻ എന്ത് പറ്റി? അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളല്ലേ. ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ മീട്ടുന്നതിന്റെ കൂടെ ആടാൻ നിൽക്കുന്നതിനാ? എനിക്ക് അതാണ് അത്ഭുതം. അദ്ദേഹത്തിനും കാര്യത്തിലെ ഗൗരവം, അദ്ദേഹം കൂട്ടുമതിയാണ് കേട്ടോ. കാരണം മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ടിൽ വെച്ച് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. ഏതായാലും പിണറായി വിജയന് ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. പിന്നെ ഇലക്ഷൻ നമുക്കറിയാം, 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പക്ഷെ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ കോഴിക്കോട് BJPയുടെ മാർച്ചിൽ നേരിയ സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ആലപ്പുഴയിലും BJPയുടെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും BJPയുടെ പ്രതിഷേധം. ശരണ്യ സ്നേഹജൻ, ശരണ്യ, എന്താണ് ആലപ്പുഴയുടെ അവസ്ഥ? ശക്തമായ പ്രതിഷേധമാണോ BJP? ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ആലപ്പുഴ ജനറലാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനമായി വന്ന പ്രവർത്തകർ മതിലിനകത്തേക്ക് കയറിയത് ചെറിയ സംഘർഷമാനമായ സാഹചര്യത്തിലേക്ക് എത്തി എങ്കിൽ പോലും ഇവരിപ്പോൾ സൗത്ത് പോലീസ് അവരെ നീക്കം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിച്ച വിഷയങ്ങൾ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJP പ്രവർത്തകർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. കോട്ടയത്തടക്കമുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ശക്തമായ പ്രതിഷേധമാണ് ആലപ്പുഴയിലും BJP നടത്തുന്നത്. അങ്ങനെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. കോട്ടയത്ത് രാജീവ് ചന്ദ്രശേഖർ അടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് ആരോഗ്യ മേഖലയ വിഷയത്തിൽ BJP നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ, മഹിളാ കോൺഗ്രസും BJPയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കോട്ടയത്ത് സംഭവിച്ച എന്താണ്? രാജീവ് ചന്ദ്രശേഖർ അടക്കം അവിടെയാണല്ലോ പങ്കെടുത്തത്. സജിത്ത്,
തീർച്ചയായും വലിയ പ്രതിഷേധം ഉയരുകയാണ് കഴിഞ്ഞ കുറെ ദിവസമായി. അതിന്റെ തുടർച്ചയാണ് ഇന്നും കണ്ടത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. അതിൽ ഈ ദുരന്തമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് ഈ ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ കയറാൻ തുടങ്ങിയതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ മുൻനിരയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഉൾപ്പെടെ അതിന്റേതായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്തായാലും തുടർന്ന് അദ്ദേഹം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഈ നിയമസഭയിലടക്കം ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എന്ത് വിഹിതമാണ് സർക്കാർ ചെലവഴിക്കുന്നതെന്ന് ചോദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇക്കാര്യത്തിൽ നടക്കുന്നുവെന്ന ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്. മാത്രമല്ല ഈ പ്രതിഷേധങ്ങളെ DYFI തടയും എന്ന വാദത്തെയും രാജീവ് ചന്ദ്രശേഖർ എതിർക്കുന്നു. അത് അങ്ങനെയുണ്ടെങ്കിൽ അതിനെതിരെ BJP പ്രവർത്തകരും രംഗത്ത് വരും എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ച ശേഷം പ്രവർത്തകർ മടങ്ങിയിരിക്കുന്നു. കോട്ടയത്തും BJPയുടെ ശക്തമായ പ്രതിഷേധം. കോട്ടയത്ത് BJP മെഡിക്കൽ കോളേജിലേക്കാണ് പ്രതിഷേധം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിവാദങ്ങൾക്ക് കാരണമായ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും കോഴിക്കോടും പാലക്കാടും അടക്കം മറ്റിടങ്ങളിലെല്ലാം ശക്തമായ പ്രതിഷേധമാണ്. തലസ്ഥാനത്ത്